നമ്മുടെ സൂര്യകുമാർ യാദവിൻ്റെ ആ ഒരു ക്യാച്ച് വേൾഡ് കപ്പിലെ ആ ഒരു ക്യാച്ച് ഇല്ലെങ്കിൽ ഇന്ത്യ വേൾഡ് കപ്പ് ജയിക്കില്ല എന്ന് തന്നെ പറയാം. കാരണം ആ ഒരു ക്യാച്ച് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അപ്പോൾ ഇന്ത്യ വേൾഡ് കപ്പ് അടിച്ചതിന് ശേഷം രോഹിത് ശർമ്മ നടത്തിയ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ, ഇന്ത്യൻ ടീം മൊത്തത്തിൽ നടത്തിയ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായിരുന്നു. ഈവൻ ക്രിക്കറ്റ് എന്താണെന്ന് അറിയാത്ത പോലത്തെ രാജ്യങ്ങളിൽ പോലും ഈ വീഡിയോസ് വൈറലായി. നമ്മളൊരു അറേബ്യൻ ഫ്രണ്ട് ഈ ഒരു വീഡിയോ അയച്ചു തന്നിരുന്നു ഇൻസ്റ്റയിൽ. അപ്പോൾ ആൾ പറഞ്ഞ് ഇന്ത്യ വേൾഡ് കപ്പ് ജയിച്ചില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്, മെസ്സി സെലിബ്രേറ്റ് ചെയ്ത പോലെ സെലിബ്രേറ്റ് ചെയ്തല്ലോ അടിപൊളിയായി എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ അയച്ചു തന്നിരുന്നു. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ക്രിക്കറ്റിൻ്റെ പോപ്പുലാരിറ്റി ഈ 2020 കാരണം ഒരുപാട് വളർന്നു. ഇപ്പോൾ ക്രിക്കറ്റിലേക്ക് ഇറങ്ങണം വേണ്ടിയിട്ട് ഒരുപാട് രാജ്യങ്ങൾ മുന്നിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ UAE ടീമുണ്ട്, ഒമാനിന് ടീമുണ്ട്, USA ടീം. ഇതിലൊക്കെ കളിക്കുന്നത് അധികം ഇന്ത്യക്കാരും പാകിസ്ഥാനികളും അങ്ങനെയുള്ള ആളുകളാണ് കളിക്കുന്നതെങ്കിലും ഈ രാജ്യങ്ങളൊക്കെ തന്നെ ക്രിക്കറ്റിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്, ഇൻട്രസ്റ്റ് കൂടുതൽ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. വെറും ഫുട്ബോൾ മാത്രം കളിച്ചിരുന്ന രാജ്യങ്ങളാണ്. അപ്പോൾ അതിന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇതിൽ ബിസിനസ് സാധ്യത. കാരണം IPL പോലത്തെ ഒരു പണം ഒഴുകുന്നൊരു പ്ലാറ്റ്ഫോം വേറെ ഉണ്ടാവില്ല എന്നാണ് പറയാം. കാരണം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ക്ലബ്ബുകൾക്ക് പോലും സ്വന്തമായിട്ടൊരു IPL ടീം വേണമെന്നുള്ള രീതിയിൽ വന്നിട്ട് നടക്കുന്നില്ല എന്ന് പറയണമെങ്കിൽ അപ്പോൾ അതിൻ്റെ ആ ഒരു ഇതാലോചിച്ച് നോക്കും. അപ്പോൾ അത്രയ്ക്ക് ക്രിക്കറ്റിൻ്റെ പോപ്പുലാരിറ്റി വർദ്ധിച്ചു കഴിഞ്ഞു. അപ്പോൾ പറഞ്ഞു എന്നാന്ന് വെച്ചാൽ, നമ്മൾ സൂര്യകുമാർ യാദവ് വേൾഡ് കപ്പ് എടുത്തതിൻ്റെ ശേഷം പുള്ളി നടത്തിയൊരു സെലിബ്രേഷനല്ല, പുള്ളി എന്ന് വെച്ചാൽ വേൾഡ് കപ്പ് കൊണ്ടുവച്ചിട്ട് പുള്ളിയും വൈഫും കൂടിയിട്ട് ഇങ്ങനെ കിടക്കുന്ന പോലത്തെ ഒരു ഫോട്ടോ വെച്ചിട്ടുള്ളൊരു സംഭവമാണ്. ഇതേ സെയിം ഒരു സംഭവം പണ്ട് മെസ്സി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടമാനം ട്രോളും കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ടാഗിങ്ങും, ആ ഫോട്ടോ വെച്ചിട്ട് ടാഗിങ്ങും കാര്യങ്ങളൊക്കെ ഭയങ്കര വൈറലായി. പിന്നെ സെലിബ്രേഷൻ എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഓരോരുത്തരുടെ പേഴ്സണൽ താല്പര്യങ്ങളല്ലേ. പുള്ളി മെസ്സി ചെയ്ത പോലെ ഒരു സെലിബ്രേഷൻ നടത്തി, അതിൻ്റെ അർത്ഥം പുള്ളി മെസ്സിനേക്കാൾ ആ ഒരു ലെവലൊന്നും ആയിരിക്കില്ല. പുള്ളി മെസ്സി ചെയ്ത ഒരു സെലിബ്രേഷനോടും മെസ്സിയോടുള്ള ഒരു ഇഷ്ടം വെച്ചിട്ട് പുള്ളി ആ ഒരു രീതിയിലൊന്നും സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടാവും, അത്രേ ഉള്ളൂ. പിന്നെ 13 വർഷത്തിന് ശേഷമാണ് ഇന്ത്യ ഒരു വേൾഡ് കപ്പ് എടുക്കുന്നത്. ഇനിയിപ്പോൾ ഒരു വേൾഡ് കപ്പ് ഇന്ത്യക്ക് എന്നാ കിട്ടുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ സെലിബ്രേറ്റ് ചെയ്തില്ലേ പിന്നെ എപ്പോഴാണ് സെലിബ്രേറ്റ് ചെയ്യുക, പിന്നെ എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ള ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സുകളല്ലേ. എന്ത് തന്നെയായാലും ഇപ്പോൾ നമ്മൾ വേൾഡ് കപ്പിൽ പണ്ട് കണ്ടതാണ്, ഓസ്ട്രേലിയയൊക്കെ വേൾഡ് കപ്പ് എടുത്തിട്ട് വേൾഡ് കപ്പിൻ്റെ മുകളിൽ കാല് കയറ്റി വെച്ചിട്ട് ഇരിക്കുക, അതുപോലെ ഷൂവിൽ ബിയർ ഒഴിച്ചിട്ട് ഷാമ്പയിന് ഷൂവിൽ ഒഴിച്ചിട്ട് കുടിക്കുക, അങ്ങനത്തെ പല പല വൃത്തികെട്ട വേൾഡ് കപ്പ് സെലിബ്രേഷൻസ് നമ്മൾ കണ്ടതാണ്. അത്രയ്ക്ക് വൃത്തികെട്ട സെലിബ്രേഷനൊന്നുമല്ലല്ലോ. അപ്പോൾ ഒരു മാന്യമായ രീതിയിൽ തന്നെയല്ലേ സെലിബ്രേറ്റ് ചെയ്തത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അടുത്ത നമ്മുടെ സഞ്ജുവിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. നമ്മുടെ സഞ്ജുവിൻ്റെ സിംബാബ്വെ ടൂറിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അതാണ് ഇപ്പോൾ ഒരു ക്രിക്കറ്റ് ആരാധകൻ എന്നുള്ള രീതിയിൽ ഇപ്പം ഇനിയിപ്പോൾ അടുത്ത് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സഞ്ജുവിൻ്റെ ഒരു പൊടി കാണാനാണ്. അപ്പോൾ പറയുന്ന കേൾക്കുന്ന ആദ്യത്തെ 2 മത്സരങ്ങളിൽ ചാൻസ് ഉണ്ടാവില്ല എന്നാണ്. അപ്പോൾ എന്ത് തന്നെയായാലും വെയിറ്റിംഗ് ഫോർ ഇന്ത്യ സിംബാബ്വെ ടൂർ.